വേദപഠനത്തിന്റെ ഭാഗമായ ഇന്നത്തെ 19ാമത്തെ ക്ലാസ്സിലൂടെ വേദാംഗങ്ങളെപ്പറ്റിയും അതിൽ പ്രധാനമായ ജ്യോതിഷത്തെപ്പറ്റിയും ആണ് പറയുന്നത്. അപ്പം വേദാംഗങ്ങൾ എന്ന് പറയുമ്പോൾ വേദത്തിന്റെ അംഗങ്ങളാണ്. എന്താണ് വേദം? വേദം ശാസ്ത്രമാണ്, അറിവാണ്, ജ്ഞാനമാണ്. എന്തിനെ പറ്റിയുള്ള അറിവ്? പൂർണ്ണമായ അറിവ്, ഈ പ്രപഞ്ചത്തെ പറ്റിയുള്ള അറിവ്. പ്രപഞ്ച ജ്ഞാനം, പ്രപഞ്ചശാസ്ത്രം, ഇതെല്ലാമാണ് വേദം എന്നതുകൊണ്ട് അർത്ഥമാകും. ഈ ജ്ഞാനം എങ്ങനെയാണ് നേടേണ്ടത് എന്നാണ് 6 അംഗങ്ങളുടെ 6 സ്റ്റെപ്പുകളായിട്ട് പറയുന്നത്. അപ്പൊ ഈ ശാസ്ത്രജ്ഞാനം എങ്ങനെയെല്ലാം നടന്നത്? മനുഷ്യൻ ഗവേഷണ നിരീക്ഷണങ്ങൾ എങ്ങനെ കാണണമെന്നെല്ലാം പറയുന്നുണ്ട്. ഈ 6 അംഗങ്ങളിലൂടെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആധുനിക യുക്തിവാദികൾ പറയുന്ന കേൾക്കാം, ശാസ്ത്രം എന്നത് നമ്മൾ നിരീക്ഷണങ്ങളിലൂടെയെല്ലാം കണ്ടെത്തിയിട്ട് പ്രൂവ് ചെയ്ത കാര്യങ്ങളായിരിക്കണം ശാസ്ത്രം എന്നെല്ലാണ് യുക്തിവാദികൾ പറയും. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. 6 സ്റ്റെപ്പുകളിലൂടെ നമ്മളതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. 6 സ്റ്റെപ്പുകളിലൂടെ. ഈ യുക്തിവാദികൾക്ക് ആവശ്യപ്പെടുന്ന ഡിമാൻഡ് ഉണ്ടല്ലോ, ശാസ്ത്രീയമായ ഗവേഷണത്തിലൂടെ എല്ലാം വേണം അതിനെ കണ്ടെത്താനെന്ന്. ആ പറയുന്ന കാര്യം തന്നെയാണ് 6 സ്റ്റെപ്പുകളിലൂടെ നിരീക്ഷണം നടത്താനുള്ള 6 സ്റ്റെപ്പുകളാണ് ഈ 6 വേദാംഗങ്ങൾ. എന്ത്? വേദത്തെ മനസ്സിലാക്കാൻ, പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കാൻ, അതായത് സയൻസ്, പൂർണ്ണമായ സയൻസ്. പിന്നെ അതെല്ലാം ഈ ഒരു ഗ്രന്ഥത്തിൽ എഴുതി വെച്ചതുകൊണ്ട്, 4 പുസ്തകങ്ങളിൽ എഴുതി വെച്ചതുകൊണ്ട് അതിന് വേദമെന്ന് പേരിട്ടത്. എന്തുകൊണ്ടെന്നാൽ അതിൽ പൂർണ്ണമായ എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതിന് വേദം എന്ന് പറയുന്നു. അതിൽ നോക്കുമ്പോൾ ഈ പ്രപഞ്ച രഹസ്യം മുഴുവൻ അതിൽ ഉള്ളത് കൊണ്ട് വേദം എന്ന് പറയുന്നതേ ഉള്ളൂ. അത് ജ്ഞാനമെന്ന അർത്ഥമേ ഉള്ളൂ. ആധുനിക സയൻസും വേദത്തിന്റെ കുറെ ഭാഗങ്ങളായി ജ്ഞാനം നേടിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായി നേടിയിട്ടില്ല. അത് സയൻസും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായ ജ്ഞാനം നേടിക്കഴിയുമ്പോൾ അതിന് ആ പൂർണ്ണമായ സയൻസിനെ നമുക്ക് വേദം എന്ന് തന്നെ പറയാം. കാരണം അത് ജ്ഞാനം എന്ന അർത്ഥത്തിൽ ആ പുസ്തകത്തിനും വേദം എന്ന് തന്നെ പറയാം. അപ്പം വേദം എന്ന് പറയുന്നതിന് അർത്ഥം ഇത്രയേ ഉള്ളൂ: ജ്ഞാനം, പ്രപഞ്ച രഹസ്യം അടങ്ങിയിരിക്കുന്ന ജ്ഞാനം. ഋഷികൾ അത് 4 പുസ്തകങ്ങളിലായിട്ട് എഴുതി വെച്ചോണ്ട് അതിന് വേദങ്ങൾ എന്ന് പേര് കൊടുത്തു എന്നേ ഉള്ളൂ. കാരണം അവർ പറയുന്നു, ഈ പറയുന്ന മനുഷ്യൻ 6 സ്റ്റെപ്പിലൂടെ 6 അംഗങ്ങളിലൂടെ കണ്ടെത്തിയ ജ്ഞാനമാണ് അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അതിന് വേദം എന്ന് കൊടുത്തു. ആധുനിക സയൻസ് പൂർണ്ണമായിട്ട് കണ്ടെത്തി കഴിഞ്ഞിട്ട് ആ പുസ്തകം ഒരു എല്ലാ പ്രപഞ്ച രഹസ്യം എഴുതിയിട്ട് ഒരു പുസ്തകം എഴുതിയിട്ട് അതിനൊരു പേര് കൊടുക്കുമല്ലോ. ആ പേരായിട്ട് അതിന് വേണമെങ്കിൽ വേദം, അതിന് മലയാളത്തെ തർജ്ജമ വേദം എന്ന് പറയുന്നേ ഉള്ളൂ. വേദങ്ങൾ എന്ന് തന്നെ പറയാം. കാരണം പൂർണ്ണമായ ജ്ഞാനത്തിനാണ് വേദം എന്ന് പറയുന്നത്. അപ്പൊ പ്രപഞ്ചരഹസ്യമാണ്. പ്രപഞ്ചരഹസ്യം, അതിന്റെ പിന്നിലുള്ള ശാസ്ത്രതത്വം ആർക്കേ മനസ്സിലാക്കാൻ പറ്റൂ? മനുഷ്യനുണ്ടെങ്കിലേ പ്രശസ്തിയുള്ളൂ. മനുഷ്യനില്ലെങ്കിൽ പിന്നെ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമാണ് ഈ ജ്ഞാനങ്ങളെല്ലാം ഉള്ളത്. അപ്പം മനുഷ്യനിലൂടെയാണ് ഈ ജ്ഞാനങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മനുഷ്യന്റെ 6 അംഗങ്ങളെ, അവയവങ്ങളെ, ഭാഗങ്ങളെ, ശരീരഭാഗങ്ങളെ വേദങ്ങളുടെ അംഗങ്ങളായിട്ട് ചിത്രീകരിക്കുകയാണ്. അതായത് മനുഷ്യനാണ് വേദങ്ങളെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ വേദങ്ങളെ മനുഷ്യന്റെ 6 അവയവങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് അവയിലൂടെ എങ്ങനെയാണോ മനുഷ്യൻ വേദജ്ഞാനം നേടുന്നത്, അതിലൂടെ പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കണമെന്ന് പറയുകയാണ്. മനുഷ്യന്റെ 6 അവയവങ്ങളുടെ ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിലാണ് പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കേണ്ടത്. അത് 6 അവയവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് അതിലൂടെ നമ്മൾ എങ്ങനെയാണോ പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നത്, ആ 6 ഘടകങ്ങളെയാണ് ഇവിടെ 6 വേദങ്ങളുടെ ശാസ്ത്രത്തിന്റെ അംഗങ്ങൾ എന്ന് പറയുന്നത്.
അതായത് അപ്പോൾ ഒരു വേദത്തിൽ പുസ്തകത്തിൽ അത് എഴുതിയത് കൊണ്ട് വേദപുസ്തകത്തിലേക്കും നമ്മൾ കടക്കുമ്പോൾ ഇതേ 6 ക്രമീകരണങ്ങളുടെ ലോകത്തിലേക്ക് ആ വേദപുസ്തകത്തിലേക്ക് കടക്കണം. ഈ എഴുതി വെച്ച വേദപുസ്തകങ്ങളിൽ എല്ലാ ശാസ്ത്ര രഹസ്യങ്ങളും ഉള്ളത് കൊണ്ട് വേദത്തെ നമ്മൾ സമീപിക്കുമ്പോഴും അതിന്റെ അർത്ഥം മനസ്സിലാക്കണ്ടെങ്കിൽ 6 സ്റ്റെപ്പുകളിലൂടെ നമ്മൾ അതിലേക്ക് കയറിപ്പോകണം. എങ്ങനെയെന്നാൽ മനുഷ്യൻ അവന്റെ 6 അവയവങ്ങളുടെ പ്രപഞ്ചത്തെ എങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു മനസ്സിലാക്കുന്നു, ആ ക്രമത്തിലൂടെ തന്നെ നിങ്ങൾ മനുഷ്യനാണ് വേദങ്ങൾ എഴുതിയത് കൊണ്ട് ആ വേദങ്ങളിലേക്കും നിങ്ങൾ അതേ ക്രമത്തിൽ തന്നെ വേദത്തിലോട്ട് കടന്നു ചെന്നാലേ നിങ്ങൾക്ക് വേദങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം മനുഷ്യന്റെ 6 അവയവങ്ങളും വേദങ്ങളുടെ 6 അംഗങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളെ ഒന്ന് എങ്ങനെ വേദങ്ങളെ സമീപിക്കണം എന്ന് പറഞ്ഞു തരികയാണ്. വേദം എന്ന് പറഞ്ഞാൽ സയൻസിനെ, പ്രപഞ്ച രഹസ്യത്തെ എങ്ങനെ മനസ്സിലാക്കണം മനുഷ്യൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, അതേപോലെ തന്നെ മനുഷ്യൻ എഴുതിയ ഈ വേദങ്ങളെയും ഋഷികൾ എഴുതിയ വേദങ്ങളെയും അതേ ക്രമത്തിൽ തന്നെ നിങ്ങൾ വേദത്തിലൂടെ കയറി മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇതാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ മനുഷ്യൻ എങ്ങനെയാണ് പ്രപഞ്ചത്തെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് ഒരു ക്രമത്തിൽ അവർ പറഞ്ഞു തരികയാണ്. മനുഷ്യനാണ് ശാസ്ത്ര ജ്ഞാനം നേടാൻ പോകുന്നത്. എങ്ങനെയാണ് അവൻ നേടുക, അവന്റെ പ്രൊസീജിയർ എന്താണ്? അപ്പോൾ ആദ്യം മുതലുള്ള മനുഷ്യൻ ശാസ്ത്രജ്ഞാനം നേടിയ അതേ ക്രമത്തിൽ തന്നെ ഇവിടെയും വേദങ്ങളെ നമുക്ക് സമീപിക്കാം. അപ്പോൾ മനുഷ്യൻ പ്രപഞ്ചത്തെ മനസ്സിലാക്കിയത്, ആദിമ മനുഷ്യൻ പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ സഹായിച്ചത് അവന്റെ പാദങ്ങളാണ്. അവൻ ലോകത്തിൽ എവിടെയെല്ലാം എത്താൻ പറ്റുന്നുവോ അവിടെയെല്ലാം കടന്നു ചെന്നിട്ട് പ്രപഞ്ചങ്ങളെ വീക്ഷിക്കുകയാണ്. ഇവിടെയെല്ലാം എത്താൻ പോകുമ്പോൾ നമ്മളിപ്പോ റോക്കറ്റ് കയറിയിട്ട് പാദം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി യുക്തിവാദികൾ വന്ന് പാദത്ത് കയറിയിട്ട് ചന്ദ്രനിൽ പോകാൻ പറ്റുമെന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും ഒരു ഉത്തരവില്ല. ഇതൊരു രീതിയിൽ പറഞ്ഞു തരുന്നതായിട്ട് മനസ്സിലാക്കണം. ഒരു കുട്ടി ജനിക്കുമ്പോഴും അവൻ പ്രകൃതിയെ മനസ്സിലാക്കാൻ നടക്കുന്നത് മുട്ടിട്ടെഴഞ്ഞഴഞ്ഞ് ഓരോ വസ്തുക്കൾ നോക്കിക്കൊണ്ടാണ്. അവൻ ആദ്യം തന്നെ നിന്ന് ചുറ്റുമുള്ളത് നോക്കി വീക്ഷിച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. അവൻ ഓരോ സ്ഥലത്തേക്കും കാലുകൊണ്ട് നടന്ന് പിന്നെ പോയിട്ട് ഓരോന്നും കണ്ടെത്താനാണ്. അപ്പോൾ പാദങ്ങളിലൂടെയാണ് പ്രപഞ്ചത്തെ മനസ്സിലാക്കണ്ടെങ്കിൽ വീട്ടിലിരുന്ന് നോക്കിയാൽ പോരാണ്. അവനെന്ത് വേണം? പാദങ്ങളെടുത്ത് ലോകം മുഴുവൻ, ആദിമ മനുഷ്യൻ എന്താ ചെയ്തിരുന്നത്? ലോകം മുഴുവൻ കണ്ടെടുത്തെല്ലാം സഞ്ചരിച്ച് എന്തെല്ലാം ഉള്ളതെന്ന് നോക്കി മനസ്സിലാക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പ് പ്രപഞ്ച വീക്ഷണം. അതിന് സഹായിച്ചത് പാദങ്ങളാണ്. അപ്പൊ സഞ്ചരിച്ചിട്ട് അവൻ എല്ലാ രഹസ്യങ്ങളെയും ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പം വേദങ്ങളില് ഛന്ദസ്സുകളാണ് പാദങ്ങളായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. വേദാംഗം 1 ഛന്ദസ്. അപ്പം വേദത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിയിട്ട് വേദത്തിൽ എന്താണുള്ളത് എന്നറിയണ്ടെങ്കിൽ മനുഷ്യൻ പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങിയിട്ട് നടന്നുകൊണ്ട് പ്രപഞ്ചം മുഴുവൻ വീക്ഷിച്ചിട്ട് അവിടെ ഇന്നുണ്ട്, മഴയുണ്ട്, പർവ്വതമുണ്ട്, സയൻസ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഇതെല്ലാം കണ്ടതുപോലെ നമ്മളും ഛന്ദസ്സിന്റെ അടിസ്ഥാനത്തിൽ വേദത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്കതിലത്ത് വേദത്തിൽ എന്തെല്ലാം കാണാം? സയൻസ് കാണാം, അഗ്നിയെ കാണാം, എന്ത് കാണാം? പർവ്വതങ്ങൾ കാണാം, നദികൾ കാണാം, ഗ്രഹങ്ങളെ കാണാം, ആറ്റങ്ങളെ കാണാം, സയൻസ് കാണാം, കെമിസ്ട്രി കാണാം, ഫിസിക്സ് കാണാം. ഇതെല്ലാം ഛന്ദസ്സുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കണം. പാദങ്ങളുടെ അടിസ്ഥാനത്തിൽ ചുറ്റും കറങ്ങിച്ചെന്നിട്ട് എല്ലാത്തിനെയും തിരിച്ചറിയുന്നത് പോലെ നമ്മൾ ഛന്ദസ്സുകളുടെ അടിസ്ഥാനത്തിൽ വേദങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്കതിൽ പല വിഷയങ്ങൾ, ഛന്ദസ്സുകൾ പലതുണ്ട്. ഓരോ വരിയിലും ഒരു ഛന്ദസ്, ഓരോ വരിക്ക് തന്നെ 2-3 ഛന്ദസ്സുണ്ട്. അപ്പൊ 2-3 ഛന്ദസ്സുകളിലൂടെ 2-3 വിഷയങ്ങൾ, പ്രപഞ്ചത്തിലുള്ള എല്ലാ സംഗതികളെയും ഛന്ദസ്സുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ വേദങ്ങളിൽ നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റും. അർത്ഥം മനസ്സിലായില്ല, കാണാൻ പറ്റും. പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നടന്നു നോക്കി കാണുന്നത് പോലെ വേദത്തിലേക്ക് ഛന്ദസ്സുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കയറി ചെന്നു കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രപഞ്ചത്തിലുള്ള എല്ലാ സംഗതികളും വേദത്തിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്.
രണ്ടാമത്തത് അതെന്ത് പറയുന്നു? ഒരു സൂക്തത്തിലൂടെ ആണ് പറയുന്നത്. ചന്തപാദോ പിന്നെ എന്താണ്? ശബ്ദശാസ്ത്രം ച വക്ത്രം, അതായത് മുഖമാണ് വ്യാകരണം. രണ്ടാമത്തെ നമ്മുടെ ശരീരത്തിന്റെ അപ്പോൾ മുഖമാണ്. മുഖത്തിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രപഞ്ചത്തെ എല്ലാം നോക്കിക്കാണാൻ ശ്രമിക്കുന്നത്. മുഖത്തിലാണ് എന്തുള്ളത്? കണ്ണും ചെവിയും മൂക്കും എല്ലാ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം മുഖത്തിലുണ്ട്. പിന്നെ തലയിൽ വേറെ മറ്റേ സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഇതിലൂടെയാണ് നമ്മളെ പ്രപഞ്ചത്തെ വീക്ഷിക്കുന്നത് പോലെ നമ്മൾ ആദ്യം കാണുമ്പോൾ അപ്പൊ മുഖത്തിന്റെ സ്ഥാനമാണ് ഏതിനുള്ളത്? വ്യാകരണത്തിനുള്ളത്. വ്യാകരണം എന്ന് പറയുമ്പോൾ ഭാഷയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അക്ഷരങ്ങൾ ഉണ്ടാക്കുന്നു, വാക്കുകൾ ഉണ്ടാക്കുന്നു, അവയെ പ്രത്യേക ക്രമീകരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഭാഷ ഉണ്ടാക്കിയിട്ട് ഈ നമ്മൾ പ്രപഞ്ചത്തെ, അപ്പൊ മനുഷ്യൻ എന്ത് ചെയ്തു? പ്രപഞ്ചം മുഴുവൻ കറങ്ങി നടന്ന് എന്തെല്ലോ കാണുന്നു. അതിന് അവൻ്റെതായ ഒരു ഭാഷ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അതിലൂടെ അതിനെയെല്ലാം നാമകരണം ചെയ്യുന്നുണ്ട്. ഒരു കുട്ടി ജനിക്കുമ്പോഴും ആദ്യം അവൻ ചുറ്റിപ്പടന്ന് നടക്കും. ചക്ക, മാങ്ങ ഇതെല്ലാം അവൻ നാമകരണം ചെയ്യുന്നു. അപ്പം ഭാഷ ഉപയോഗിക്കുകയാണ് അവൻ. ഇംഗ്ലീഷ് കുട്ടികൾ അത്തരത്തില്, മലയാളം കുട്ടികൾ അത്തരത്തില്. വേദത്തിൽ എന്തിലാണുള്ളത്? സംസ്കൃതത്തിലാണ് ഉള്ളത്. അപ്പം മനുഷ്യൻ, ആദിമ മനുഷ്യൻ ലോകം മുഴുവൻ സഞ്ചരിച്ചപ്പോൾ പലത് കാണുമ്പോൾ അവന് മനസ്സിലായി ഒരു ഭാഷയുണ്ടെങ്കിൽ മാത്രമേ, ഭാഷയുണ്ടാകുമ്പം വ്യാകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭാഷകൾ രൂപീകരിക്കുന്നത്, എങ്കിലും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കൾക്കും നാമകരണം ചെയ്ത് അതിനെ അവന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? ഒരു ഭാഷ ഡെവലപ്പ് ചെയ്തു. ഇന്നും നമ്മളൊരു ശാസ്ത്രജ്ഞാനത്തിൽ ഒരു കൊറോണ ഒരു വൈറസിനെ കണ്ടപ്പോൾ, നമുക്ക് ഒരു രോഗം ഉണ്ടാക്കുന്ന ഒരു വൈറസ് കണ്ടു. അവർ ആ വൈറസിനെ എല്ലാം കണ്ടപ്പോൾ അവർ അതിനൊരു നാമകരണം ചെയ്തു. കൊറോണ വൈറസ് എന്തോ ഒരു നമ്പറെല്ലാം അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു നാമകരണം ചെയ്തു ഭാഷയുടെ അടിസ്ഥാനത്തിൽ. രണ്ടാമത്തെ സംഭവം, നമ്മൾ പ്രപഞ്ചത്തിൽ ചുറ്റിക്കറങ്ങുമ്പോൾ എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഭാഷയുടെ സഹായത്താൽ, നമ്മുടെ ഭാഷയുടെ സഹായത്താൽ അതിനെ ഒരു നാമകരണം എല്ലാം ചെയ്തിട്ട് നമ്മുടെ ഭാഷയായിട്ട് അത് ബന്ധിപ്പിക്കുന്നു. ഭാഷയിലൂടെ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക്, ആശയവിനിമയത്തിലേക്ക് കടക്കുവാൻ പറ്റുകയുള്ളൂ. അതാണ് വ്യാകരണം. ഇന്നും ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തും, അതിനൊരു പേരെല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുക. അപ്പം വ്യാകരണമായി. രണ്ടാമത്തെ ഛന്ദസ് വ്യാകരണം. ശബ്ദശാസ്ത്രം ച വക്ത്രം. വ്യാകരണം മുഖമാണ്. മുഖത്തിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇതിനെല്ലാം ലോകത്തെ വീക്ഷിച്ച് മുന്നോട്ടേക്ക് പോകാൻ പോകുന്നത്. അപ്പം നമ്മളെ കാലുകളുടെ സഞ്ചരിച്ച് മുഖത്തിലൂടെ വീക്ഷിച്ചുകൊണ്ട് അതിന് വ്യാകരണത്തിനാണ് ആ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ഒരു ഭാഷക്കാണ് രണ്ടാമത്തെ സ്ഥാനം. ഒരു ഭാഷ അതിനനുസരിച്ച് നാമകരണം ചെയ്തുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ടേക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുക. അപ്പം മൂന്നാമത്തെ ഛന്ദസ് എന്ന് പറയുന്നത് ഛന്ദപാദവും ശബ്ദശാസ്ത്രം ച വക്ത്രം കൽപ്പപാണി. കൈകളാണ് കൽപ്പശാസ്ത്രം. അപ്പം വേദത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം ഛന്ദസ്സുകളുടെ അടിസ്ഥാനത്തിൽ ഇറങ്ങിച്ചെന്നാൽ അതിൻ്റെ അകത്തുള്ള എല്ലാ ഇന്ന വിഷയങ്ങൾ അതിൻ്റെ അകത്തുണ്ടെന്ന് കാണാം. അത് ഏതിലൂടെ നോക്കണം. എന്നിട്ട് പിന്നെ ആ സംസ്കൃത ഭാഷയിലൂടെ വേണം അതിലേക്ക്, ആ സംസ്കൃത ഭാഷയുടെ സഹായത്താൽ വേണം ആ കാണുന്നതിനെയെല്ലാം നമ്മൾ മനസ്സിലാക്കാൻ. ഛന്ദസ്സുകളുടെ അടിസ്ഥാനത്തിലും ഭാഷയുടെ സഹായത്തിലും വേണം നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ. അത് മനസ്സിലാക്കിയതിന്റെ ശേഷം പിന്നെയുള്ളത് കൽപ്പം, കൈകളാണ്, പാണി, കൽപ്പശാസ്ത്രം. കൽപ്പശാസ്ത്രം എന്ന് പറഞ്ഞാൽ കൈകളുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ പ്രപഞ്ച രഹസ്യം നമ്മൾ മനസ്സിലാക്കണ്ടെങ്കിലും ആദിമ മനുഷ്യൻ
എല്ലായിടത്തും ഇന്നത്തെ മനുഷ്യനും അതിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ ചെന്ന് നോക്കുന്നു. കൊറോണ വൈറസ് ആണെങ്കിൽ എവിടെയാ ഉള്ളത് അവിടെ പോയി നോക്കുന്നു. അതിനെ ഭാഷയുടെ സഹായത്താൽ അതിനെ നാമകരണം ചെയ്ത് പിന്നെ എന്ത് വേണം, കൈകളുടെ അടിസ്ഥാനം. കൈകൾ എന്താ ചെയ്യുന്നത്, പിന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ലോകം മുഴുവൻ ചുറ്റി കടന്ന് കണ്ടു ആ പർവ്വതമുണ്ട് നിന്നുണ്ട്, പിന്നെ അതിനെല്ലാവരും നാമകരണം ചെയ്തു. പിന്നെ കൈ ഉപയോഗിച്ച് അതിനെ എടുക്കും, പൊളിക്കും, വലതും ചെയ്യും. എന്താണ് ഇതെന്ന് വെച്ചിട്ട് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തും. അടുത്ത സ്റ്റെപ്പാണ് പരീക്ഷണ നിരീക്ഷണങ്ങൾ. നമ്മളെ ശാസ്ത്ര യുക്തിവാദികൾ പറയുന്നവരെല്ലാം ശാസ്ത്രത്തിന്റെയും ശരിയായ പ്രൊസീജിയറിന്റെയും അടിസ്ഥാനത്തിലെല്ലാം ഗവേഷണം നടത്തി കണ്ടെത്തിക്കൊള്ളണം. ആദിമ മനുഷ്യന് അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്, ഇന്നത്തെ മനുഷ്യനും ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേക പ്രൊസീജിയറിന്റെ അടിസ്ഥാനത്തിൽ അവയെ വിശകലനം, അത് കൈകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്, വിശകലനം ചെയ്യുക. പ്രത്യേക പ്രൊസീജിയറുടെ അടിസ്ഥാനത്തിൽ അതിനെയെല്ലാം ഒരു ക്രമത്തിൽ, നിശ്ചിത ക്രമത്തിൽ, യൂണിവേഴ്സൽ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ, വ്യക്തമായ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ അനലൈസ് ചെയ്യുന്നതിനാണ് കൽപ്പശാസ്ത്രം. കൈകൾ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മനുഷ്യൻ എല്ലാം കണ്ടു നടന്ന് കണ്ടെത്തി, ഭാഷ കൊണ്ട് പേരും കൊടുത്തു, പിന്നെ ഓരോന്ന് കൈമിലെടുത്ത് നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് മണപ്പിച്ചു നോക്കും, കടിച്ചു നോക്കും, കുലുക്കി നോക്കും. ഇതെല്ലാം കൈയാണ്. അപ്പോൾ ഓരോ പ്രൊസീജിയറാണ്. ഒരു കുരങ്ങൻ്റെ അടുത്ത് ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് ആദ്യം ഒന്ന് നോക്കും, പിന്നെ നോക്കിയിട്ട് ഒന്ന് അടി വരച്ചു നോക്കും, മൂക്കിൻ്റെ അടുത്ത് വെച്ച് നോക്കും, ഇങ്ങനെ നക്കി നോക്കും. ഇതെല്ലാം പ്രൊസീജിയറാണ്. ഓരോ പ്രൊസീജിയർ വെച്ചിട്ടുണ്ട്. നമ്മൾ വല്ല ഇതെല്ലാം തന്നെ ഒന്ന് കൊട്ടി നോക്കും. ഇതെല്ലാം കൈൻ്റെ പരിപാടിയാണ്. പ്രത്യേക പ്രൊസീജിയർ. ശാസ്ത്രജ്ഞന്മാർ കൊറോണ വൈറസ് അതിനെ എടുത്തുകൊണ്ടുപോയിട്ട് ലാബ് കൊണ്ടുപോയിട്ട് ഇന്നെല്ലാം ഉപയോഗിച്ചിട്ട് പരീക്ഷണം, അതിന് ചില പ്രൊസീജിയറുണ്ട്. അപ്പൊ അടുത്ത പരിപാടി കൈകൾ കൊണ്ടാണ്. അതിനെ മാന്തിയും പൊരിച്ചു എന്തെല്ലാം നോക്കലാണ് പിന്നത്തെ പരിപാടി. ഗവേഷണങ്ങൾ, ആ പ്രൊസീജിയറിനെയാണ് കൽപ്പശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ, പ്രപഞ്ചത്തെ നമ്മൾ കാണുക, നാമകരണം ചെയ്യുക, പിന്നെ പ്രത്യേക പ്രൊസീജിയറിലൂടെ അനലൈസ് ചെയ്യണം. വേദത്തിലേക്ക് നിങ്ങൾ കയറി ഇറങ്ങുമ്പോഴും അവിടെയും അതിനെ മനസ്സിലാക്കുവാനുള്ള ചില കൽപ്പശാസ്ത്രങ്ങളുണ്ട്. അതിലൂടെ വേണം നിങ്ങൾ വേദ വരികളെ മനസ്സിലാക്കാൻ ശ്രമിക്കാൻ. എങ്ങനെയെന്നാൽ വേദത്തിൽ ദേവതകളുണ്ട്. ദേവതകൾ എന്ന് പറഞ്ഞാൽ ഭാഷയിൽ നിന്ന് കൊടുത്ത ഒരു പേരാണ്. ആ ദേവതയെ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കണം എന്താണെന്ന്. എന്നിട്ട് ഋഷികൾ എഴുതിയ ഋഷികളുടെ അടിസ്ഥാനത്തിൽ, ഛന്ദസ്സിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഈ ദേവതകൾ ഏത് സംഗതിയാണ്, ഏത് വിഷയത്തിൽ വരുന്ന സംഭവമാണ് എന്നെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പം പണ്ട് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്, വേദത്തിലുള്ള ഓരോ വാക്കിനെയും ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഛന്ദസ്സുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം. പശു എന്ന് പറഞ്ഞത് ഇപ്പശുവാണോ, എല്ലാ വേദത്തിലെ വേറെ ഏതെങ്കിലും വിഷയത്തിലെ വല്ല വസ്തുവുമാണോ എന്നെല്ലാം ശാസ്ത്രത്തിന്റെ പ്രൊസീജിയറിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം വേദത്തിൽ. അതിന് ചില പ്രൊസീജിയറുകളാണ് ഛന്ദസ്, ദേവത, ഋഷി എന്നെല്ലാം പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ വേദത്തിലെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ. ആ പ്രൊസീജിയറിലൂടെ നിങ്ങൾ കയറിച്ചെന്ന് മനസ്സിലാക്കണം. അപ്പം കൈകൾക്ക് സമാനമാണ്, നമ്മൾ കൈകൾ കൊണ്ട് ഗവേഷണം നടത്തുന്നതിന് സമാനമാണ് വേദത്തിലേക്ക് നിങ്ങൾ ഛന്ദസ്, ഈ കൽപ്പശാസ്ത്രത്തിലൂടെ നിങ്ങൾ വേദത്തിലെ വരികളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പം മൂന്നാമത്തെ അവസ്ഥയെത്തി. നമ്മൾ ചുറ്റും പോയി കാണുന്നു, കണ്ടെത്തുന്നു, പിന്നെ അതിനെ നാമകരണം ചെയ്യുന്നു, ഭാഷയുടെ സഹായത്താൽ അതിനെ വ്യാഖ്യാനിക്കുന്നു, പിന്നെ കൈയുടെ സഹായത്താൽ ചില പ്രത്യേക പ്രൊസീജിയറിലൂടെ അതിനെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തത് ആണ് ജ്യോതിഷം. ജ്യോതിഷം ചക്ഷുഷി, അതായത് കണ്ണ്. അപ്പം കൽപ്പപാണി, ജ്യോതിഷ ചക്ഷുഷി. ജ്യോതിഷമാണ് കണ്ണ്. പിന്നെ നമ്മൾ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞല്ലോ നേരത്തെ.
നമ്മൾ പോകുന്നു, നാമകരണം ചെയ്യുന്നു, പിന്നെ ഒരു പ്രത്യേക പ്രൊസീജിയറിൽ അതിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞതിന്റെ ശേഷം ജ്യോതിഷത്തിലൂടെ കണ്ണിലൂടെ അതിന് നോക്കിക്കാണുന്നു. അപ്പം കൈകൊണ്ട് എല്ലാം ചെയ്യുമ്പോൾ പിന്നെ കണ്ണ് വെച്ചിട്ടാണ് നോക്കുന്നത് ഇതെന്താ സാധനം എന്ന്. കണ്ണിലൂടെ നിരീക്ഷിക്കുന്നത് പോലെ വേദങ്ങളെ, വേദാർത്ഥങ്ങളെ, ഇതിലെ പ്രപഞ്ച രഹസ്യങ്ങളെ ജ്യോതിഷത്തിലൂടെ നോക്കിക്കാണണം. കണ്ണിലൂടെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കണ്ടെങ്കിൽ ആ ജ്യോതിർഗോളങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കണം. എന്താണ് ജ്യോതിർഗോളങ്ങൾ? ജ്യോതിഷം, പ്രപഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ പറയുന്ന മാതിരി ഈ കാണുന്നൊന്നും അല്ല ഉള്ളത്. ഈ നമ്മളിപ്പം ചുറ്റും നോക്കുമ്പോൾ കുറെ ചെടികൾ, കുന്നുകൾ, മലകൾ, ഇതെല്ലാം പ്രപഞ്ചം എന്ന് തോന്നും. അല്ല, പ്രപഞ്ചം മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ ചെടിയും മുള്ളും ഒന്നും കാണാനില്ല. പ്രപഞ്ചം മുഴുവൻ എടുക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ളത് കുറെ ഗോളങ്ങൾ ഒരു പ്രത്യേക ക്രമത്തിൽ ഇങ്ങനെ കോടിക്കണക്കിന് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഗാലക്സികൾ എന്നെല്ലാം പറയുന്നതിലെല്ലാം ഉള്ളത് കുറെ ഗോളങ്ങൾ, ഉരുട്ടി വെച്ച ഗോളങ്ങൾ അങ്ങനെ കറങ്ങിയാണ്. ഈ നമ്മൾ ചുറ്റും കാണുന്ന വസ്തുക്കളിൽ എല്ലാം തന്നെ നമ്മൾ അനലൈസ് ചെയ്ത് ആധുനിക സയൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിന് ഇടിച്ചു പൊളിച്ച് എല്ലാം എടുത്തു കഴിഞ്ഞാൽ കുറെ ആറ്റങ്ങളാണ്. അതിലും കുറെ ഗോളങ്ങളും മറ്റുള്ള ഗോളത്തിന്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് കുറെ ഗോളങ്ങൾ ഒരു പ്രത്യേക ക്രമത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതിലേക്ക് ഞാൻ പിന്നീട് വരാം. അപ്പം പ്രപഞ്ചത്തിന് ഗോളങ്ങൾ, ജ്യോതിഷം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ പ്രാധാന്യം പിന്നീട് വരാം. അപ്പം ജ്യോതിഷത്തിലെ പ്രപഞ്ചത്തെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഈ ജ്യോതിർഗോളങ്ങളെ മനസ്സിലാണ്. ജ്യോതിർഗോളത്തിലെ ഒരു അംശമാണ് ഈ ജീവജാലങ്ങളെല്ലാം. ഭൂമി എന്ന് പറയുന്നതിന്റെ ഒരു അംശമാണ് അതിൻ്റെ അകത്തുള്ള ഈ സാധനങ്ങളെല്ലാം. കല്ലും മണ്ണുമെല്ലാം വരി തന്നെയാണ് മനുഷ്യരും കുറച്ച് അവിടെ കിടന്ന് ചലിക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് പിന്നീട് കിടക്കാം. ജ്യോതിഷത്വമാണ് ആറാമത്തെ. അപ്പം പ്രപഞ്ചത്തെ മനസ്സിലാക്കണ്ടെങ്കിൽ ചുറ്റും നടന്ന് സഞ്ചരിക്കുക, കാണുക, കഴിയുന്നത്ര എവിടെയെല്ലാം പോകാൻ പോയിട്ടുക, അതിന് നാമകരണം ചെയ്യുക, അതിനൊരു പ്രത്യേക തരത്തിൽ ഓരോന്നിനെ എടുത്ത് അനലൈസ് ചെയ്യുക, പ്രൊസീജിയറിന്റെ അടിസ്ഥാനത്തിൽ ലാബിലോ എവിടെയെല്ലാം അനലൈസ് ചെയ്യുക. എന്നിട്ട് ഇതിനെയെല്ലാം പ്രപഞ്ച വീക്ഷണത്തിലൂടെ, പ്രപഞ്ചത്തിലുള്ള അപ്പം മനസ്സിലാകും കുറെ ജ്യോതിർഗോളങ്ങളാണ്, ആ ഗോളങ്ങളുടെ ചലനങ്ങളാണ് ഇതിന്റെ എല്ലാം കാരണമെന്ന് മനസ്സിലാകും. ജ്യോതിഷത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഏതുപോലെ? നമ്മൾ കണ്ണിലൂടെ മനസ്സിലാക്കുന്നത് പോലെ. പിന്നെയുള്ളത് ശിക്ഷാഘ്രാണം. പിന്നെയുള്ളത് ശിക്ഷാശാസ്ത്രമാണ്. ശിക്ഷാശാസ്ത്രം നമ്മുടെ മൂക്കിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. പിന്നെയുള്ളത് ശ്രോത്രമുക്തം നിരുക്തം, അതായത് ചെവി നിരുക്തത്തിന് സമയമാണ്. അതായത് ചെവിയിലൂട്ട ശബ്ദവും മൂക്കിലൂട്ട മണവുമെല്ലാം പിടിച്ചിട്ടാണ് നമ്മളെ മനസ്സ് പിന്നെ എന്ത് ചെയ്യുന്നത്? കണ്ണിൽ നിന്ന് കാണുന്ന മാത്രമല്ല, മണപ്പിച്ചു നോക്കും, ശബ്ദം കേൾക്കും, ഇതിനെല്ലാം. പക്ഷെ ഈ രണ്ട് സംഗതികൾ പ്രത്യക്ഷത്തിലല്ല നമ്മൾ ഇൻഫർമേഷൻ നൽകുന്നത്. ഒരു മണം എന്നത് ഒരു വികാരമായിട്ടെടുക്കാം. ശബ്ദം എന്തോ കയറിക്കഴിഞ്ഞാൽ നമ്മൾ അതിലൂടെ മനസ്സ് അനലൈസ് ചെയ്ത് ഇത് ഇന്ന മനുഷ്യന്റെ ശബ്ദമാണ്, പട്ടീന്റെ ആണെന്നല്ല മനസ്സ് അനലൈസ് ചെയ്യുന്നത് പോലെ ഈ രണ്ട് അവയവങ്ങളെപ്പോലെ ശിക്ഷാശാസ്ത്രവും നിരുക്തശാസ്ത്രവും വെച്ചുകൊണ്ടുവേണം നിങ്ങളെ വേദങ്ങളെ മനസ്സിലാക്കാൻ. അതായത് ശിക്ഷാശാസ്ത്രം എന്ന് പറയുന്നതിൽ അക്ഷരങ്ങളെ നമ്മൾ സയൻസിൽ അനലൈസ് ചെയ്തിട്ട് ഒരു പേര് കൊടുക്കുന്നു, അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്തതിന്റെ ശേഷം ചില അക്ഷരങ്ങളിലേക്ക് നമ്മളതിനെ ഒരു പ്രത്യക്ഷത്തിലല്ല, ഇതിനെല്ലാം ഒരു അക്ഷര രൂപത്തിൽ, നമ്മളെ രൂപത്തിൽ, ചിത്രരൂപത്തിലോ അക്ഷരരൂപത്തിലോ എല്ലാം ക്രമീകരിക്കും. പിന്നെ വാക്കുകളായിട്ട് മാറ്റും, സൂത്രങ്ങളായിട്ട് മാറ്റും. ഇതാണ് ശിക്ഷാശാസ്ത്രവും നിരുക്തശാസ്ത്രവും. നിരുക്തശാസ്ത്രം എന്ന് പറഞ്ഞാല് പദങ്ങളായിട്ട് മാറ്റിയിട്ടും വാക്കുകളായിട്ടെല്ലാം മാറ്റിയിട്ട് ഒരു പ്രത്യേക രൂപത്തിൽ അറേഞ്ച് ചെയ്യുന്നത്. അത് ശബ്ദമായിട്ട് തന്നെ വാക്കുകളായിട്ട് നമുക്ക് കെമിസ്ട്രിയിലെല്ലാം പഠിക്കുമ്പം OH എന്നെല്ലാം പറഞ്ഞിട്ട് O2 എന്നെല്ലാം പറഞ്ഞിട്ട് എഴുതുന്നുണ്ട്. അതേപോലെ തന്നെ വേദങ്ങളിൽ ഓം മന്ത്രം എന്ന ചില അക്ഷരങ്ങളിലെ അക്ഷരങ്ങൾക്കെല്ലാം ചില അർത്ഥങ്ങൾ കൊടുത്തിട്ട് വ്യാഖ്യാനങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ പദങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്.
സൂക്തങ്ങളായിട്ട് മാറ്റിയിട്ടുണ്ട്, മന്ത്രങ്ങളായിട്ട് മാറ്റിയിട്ടുണ്ട്, വരികളായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം വേദങ്ങള് നമുക്കറിയാം, കൊറോണ വൈറസിന് അതേമാതിരി എടുത്തിട്ട് കാണിക്കാൻ പറ്റും. പടം വരച്ചിട്ട് 2 വരയെല്ലാം ഇട്ടിട്ട് ഇതെല്ലാമായിട്ട് കാണിക്കും. എന്നിട്ട് അതിന്റെ കുറെ ഫോർമുലകളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. കെമിസ്ട്രിയിലെല്ലാം പോയാൽ H2O2 പിന്നെ A+B² എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഫോർമുലകൾ, പിന്നെ H2+O2 ഇങ്ങനെ കുറെ ഇക്വേഷൻസ് ഇങ്ങനെയെല്ലാം പോയിട്ട് മാത്സിൽ വരുമ്പോൾ വേവ് ഫോം എല്ലാം വരച്ചിട്ട് കുറെ ഫോമിലൊക്കെ അങ്ങ് ഭാഷകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള കൈകാര്യം ചെയ്യുന്ന രീതികളാണ് ശിക്ഷാശാസ്ത്രവും നിരുക്തശാസ്ത്രവും. അത് ആധുനിക സയൻസും അതിന്റെ സഹായത്താൽ തന്നെ നമ്മളിപ്പം ക്വാണ്ടം മെക്കാനിക്സിലേക്കൊക്കെ പോകുമ്പം അവർ ചില അക്ഷരങ്ങൾ ഉപയോഗിച്ച് നൊട്ടേഷൻസ് ഉപയോഗിച്ച് അതിനൊരു പ്രത്യേക ക്രമത്തിലാണ് വ്യാഖ്യാനിച്ചു പോകുന്നത്. ഇതെവിടെയുമുണ്ട്, വേദത്തിലും നിങ്ങൾ ചെന്നു കഴിഞ്ഞാൽ കാണാം. അവിടെ ചില പടങ്ങള്, ചില ചക്രങ്ങള്, ചില ഓങ്കാര ശബ്ദങ്ങള്, ചില തരത്തിലുള്ള ഭാഷാ ശബ്ദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ചില വ്യാഖ്യാനിച്ച് ചില മന്ത്രരൂപത്തിലാക്കിക്കൊണ്ട് എല്ലാം പലതരം വ്യാഖ്യാനങ്ങൾ നിങ്ങൾ വേദത്തിലേക്ക് ഇറങ്ങിച്ചെന്നാലും കാണും. അതിലൂടെ വേണം നിങ്ങൾ വേദത്തിലേക്ക് കയറി മനസ്സിലാക്കാൻ. ഇത്രയും കാര്യത്തിലൂടെ വേണം നിങ്ങൾ വേദങ്ങളെ മനസ്സിലാക്കാൻ. അപ്പം വേദങ്ങളെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ജ്ഞാനം നേടാൻ സാധിക്കുക. ജ്ഞാനം നേടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ 6 വഴികളിലൂടെയാണ് മനുഷ്യൻ ജ്ഞാനം നേടുന്നത്. ഒന്നാമത്തത് ആദ്യം സഞ്ചരിച്ചിട്ട്, കാലെന്ന് പറഞ്ഞു, സഞ്ചരിച്ചിട്ട് എല്ലാം വീക്ഷിക്കുന്നു. ഇന്നും പുതിയൊരു രോഗം വരുമ്പോൾ നമ്മൾ അവിടെ പോകുന്നു, നോക്കുന്നു, ആ ലക്ഷണങ്ങൾ നോക്കുന്നു, അതിനെ മനസ്സിലാക്കുന്നു, ആ രോഗത്തിനൊരു നാമകരണം ചെയ്യുന്നു. രണ്ടാമത്തെ ശാസ്ത്രം ഭാഷയുടെ സഹായത്താൽ നാമകരണം ചെയ്തു. വ്യാകരണം അല്ലെങ്കിൽ നമ്മളുടെ മുഖമാണ് ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ഫാക്ടർ. ബുദ്ധിയിൽ ഒരു നാമകരണം, ബുദ്ധിയിലാണ് നമ്മൾ ആദ്യം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ബുദ്ധിയാണ് അനലൈസ് ചെയ്യുന്ന, ആ മുഖത്തു നിന്നാണ് തുടങ്ങുന്നത്. മുഖത്തിലാണ് ബാക്കിയുള്ള അവയവങ്ങൾ. അപ്പൊ ആദ്യം പാദം, വ്യാകരണം, പാദം, അത് ഛന്ദസ്, പിന്നെ മുഖം, വ്യാകരണം, പിന്നെയുള്ളത് കൈകള്, പിന്നെ അതിനെ അനലൈസ് ചെയ്യുന്നു, നമ്മളതിനെ പ്രോസസ് ചെയ്യുന്നു. സിസ്റ്റമാറ്റിക്കായ മെത്തേഡുകളിലൂടെ പ്രോസസ് ചെയ്യണം. കാരണം അത് യുക്തിവാദികൾ പറയുന്ന ഏതും കണ്ടാലും അതിന് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വെൽ ഡിഫൈൻഡ് ആയ തത്വങ്ങളുടെയും പ്രൊസീജിയറുകളുടെയും അടിസ്ഥാനത്തിൽ ലാബിലൂടെയെല്ലാം അനലൈസ് ചെയ്യുന്നതിനെയാണ് ഇവിടെ എന്ത് പറയുന്നത്, കൽപ്പശാസ്ത്രം എന്ന് പറയുന്നത്. അതായത് പ്രൊസീജിയേഴ്സ്, ആ പ്രൊസീജിയർ അനുസരിച്ച് അനലൈസ് ചെയ്യുക. അത് ചെയ്യേണ്ട ജോലി കൈയാണ് സാധാരണ അത് ചെയ്യുന്നത്. കിട്ടിയാൽ എടുത്ത് നോക്കും, മൂക്കിന്റെ അടുത്ത് കൊണ്ടുപോകും, ചെവിന്റെ അടുത്ത് കൊണ്ടുപോകും, പൊട്ടിച്ചു നോക്കും. ഇതെല്ലാം ചെയ്യുന്നത് കൈയാണ്. കൈ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മളും ചെയ്യുക. എന്നിട്ട് നാലാമത്തത് ചക്ഷുസ്, കണ്ണുകൊണ്ട് അതിനെ നിരീക്ഷിക്കുക. കണ്ണുകൊണ്ട് നിരീക്ഷിക്കുമ്പോൾ ജ്യോതിഷത്തിലെ ജ്യോതിർഗോളങ്ങൾ, നമ്മൾ പ്രപഞ്ചത്തിലുള്ള ഈ ജ്യോതിർഗോളങ്ങളിലൂടെ നമ്മൾ ഇതിനെയെല്ലാം അനലൈസ് ചെയ്യണം. അതെന്തുകൊണ്ടെന്ന് പിന്നീട് പറയാം. അതവിടെ ഞാൻ നിർത്തിവെച്ചു. ഇനിയാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. എന്നിട്ട് പിന്നെയുള്ളത് അവയെല്ലാം ഭാഷ വെച്ചാണ്, നമ്മളെ മുഖത്തിലൂടെയാണ് നമ്മൾ, മുഖം എന്ന് പറഞ്ഞത് നമ്മൾ വ്യാകരണമായിട്ടാണ് പറഞ്ഞത്. മുഖത്തിലുള്ള കണ്ണ് കഴിച്ചാൽ പിന്നെ വരുന്നതാണ് മൂക്കും ചെവിയും. കിട്ടുന്ന ശബ്ദങ്ങളെയെല്ലാം, ശബ്ദവും വാക്കുകളെയെല്ലാം, ചെവി എന്ന് പറയുന്ന വാക്കുകളാണ്. അത് തന്നെയാണ് ഇവിടെ എന്ത് പറയുന്നത്, നിരുക്തം എന്ന് പറയുന്നത്. വാക്കുകളായിട്ട് ബന്ധപ്പെട്ട, അതായത് നിരുക്തം, വാക്കുകളെല്ലാം ചുവട്ടിലൂട്ട ശബ്ദങ്ങളെല്ലാം വരും, മൂക്കിലൂട്ട ചില വേറെ ചിലത് വരും. അതെല്ലാം തന്നെ വെച്ചിട്ട് അനലൈസ് ചെയ്യുന്നത് പോലെ എന്ത് വേണം, ശിക്ഷാശാസ്ത്രവും നിരുക്തശാസ്ത്രവും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പ്രപഞ്ചത്തെ, ആ വേദങ്ങളെ മനസ്സിലാക്കണം. അല്ലെ പ്രപഞ്ചത്തെയും ശാസ്ത്രത്തിന്റെയും വാക്കുകളുടെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ അനലൈസ് ചെയ്യണം. അതാണ് ഇന്നത്തെ ശാസ്ത്രലോകം എന്ന് കണ്ടെത്തിയ കാര്യങ്ങളെ വാക്കുകളുടെയും ഭാഷയുടെയും ക്രമത്തിൽ ചില പദങ്ങളായി മാറ്റി. കാരണം നമുക്ക് കൊറോണ വൈറസിന് ഒരു നമ്പർ ഇട്ടിട്ട് കാണാം, എന്തോ ഒരു 7 2 എന്തെല്ലോ നമ്പർ എല്ലാവരും ഇട്ടിട്ട്, പിന്നെ അത് വെച്ചിട്ട് അതിനെല്ലാം ഇടുന്നതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം എന്താണ്, അതിന്റെ ജനിതക കോഡെല്ലാം വെച്ചുകൊണ്ടാണ് ആ പേര് നാമകരണം ചെയ്യുന്നത്. പിന്നെ അത് വെച്ചിട്ടാണ് അനലൈസ് ചെയ്യുന്നത്.
അത്തരം തരത്തിലുള്ള പ്രൊസീജിയറെല്ലാം നമ്മൾ ഏതിലൂട്ട കാണും? വേദത്തിലൂട്ട കടന്നിട്ടും നിങ്ങൾ മനസ്സിലാക്കണം. പ്രപഞ്ചരഹസ്യം, വേദം എന്ന് പറയുന്ന പ്രപഞ്ചരഹസ്യം ഇങ്ങനെയെല്ലാം തന്നെയാണ് നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടത്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പൊ സിസ്റ്റം എല്ലാമായി നിരീക്ഷണം, നാമകരണം ഭാഷയുടെ അടിസ്ഥാനത്തിൽ അതിനെ അനലൈസ് ചെയ്യുക, പ്രത്യേകത്തിൽ അനലൈസ് ചെയ്യുക, പിന്നെ പ്രൊസീജിയറിലോട്ട് അതിനെയെല്ലാം ശാസ്ത്രീയമായിട്ട് പഠനത്തിന് വിധേയമാക്കുക, എന്നിട്ട് കിട്ടുന്ന റിസൾട്ടിനെ പലതരത്തിൽ ശാസ്ത്രീയമായിട്ട് അനലൈസ് ചെയ്യുക. ഈ പ്രൊസീജിയറിലൂടെയാണ് നമ്മൾ പ്രപഞ്ചരഹസ്യം മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയതാണ് വേദത്തിലുള്ളത്. വേദത്തിലൂടെയും പോകുമ്പോഴും ഈ എല്ലാ സ്റ്റെപ്പുകളെയും ശാസ്ത്രീയമായി തന്നെ ഇതിനകത്ത് നോക്കി മനസ്സിലാക്കിയാൽ മാത്രമേ വേദത്തെ, പ്രപഞ്ചത്തെ നോക്കുന്നത് പോലെ തന്നെ സയൻസിലൂടെ തന്നെ വേദത്തിലെയും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദത്തിലെയും മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് അവസാനം എന്ത് പറയുന്നു? സർവേന്ദ്രാണാം ഇന്ദ്രിയാണാം നയനം പ്രധാനം. ഇതിൽ കണ്ണിനാണ് പ്രാധാന്യം ഏറെയുള്ളത്. അതായത് ജ്യോതിഷത്തിനാണ്, കണ്ണുകൊണ്ടാണ് ഇതെല്ലാം നമ്മൾ കയ്യും കാലും എല്ലാം എടുത്ത് പോയി നടന്ന് കണ്ടെത്തി എല്ലാം അനലൈസ് ചെയ്യുന്നത്. അവസാനം അനലൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കണ്ണ് തന്നെയാണ് നോക്കിയിട്ട് വിലയിരുത്തുന്നത്. അത് തന്നെയല്ലേ യുക്തിവാദികളും പറയുന്നത്. എല്ലാ ശാസ്ത്രത്തിന്റെ അടുത്ത് നമ്മൾ കണ്ണുകൊണ്ട് തന്നെ എന്തും നമ്മളെ കണ്ണിന്റെ മുമ്പിൽ വരണം, എന്നാലേ നമ്മൾ വിശ്വസിക്കും. കണ്ണുകൊണ്ട് നമ്മൾ കാണണം. അതായത് എന്ത് ഇൻസ്ട്രുമെന്റ് വെച്ച് നോക്കിയാലും കണ്ണുകൊണ്ട് കാണണം. അപ്പൊ കണ്ണ് തന്നെയാണ് പ്രധാനം. ജ്യോതിഷത്തിൽ, വേദത്തിലാണെങ്കിൽ ജ്യോതിഷമാണ് പ്രധാനം. ജ്യോതിഷത്തിന്റെ അടിസ്ഥാനത്തിൽ വരും. എന്താണ് അതിന്റെ അർത്ഥം? ഈ പ്രപഞ്ചരഹസ്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് കുറേ ഗോളങ്ങള്, പല വലുപ്പത്തിലുള്ള ഗോളങ്ങള് ഒരു പ്രത്യേക ഓരോ തരം ഓർബിറ്റുകളിൽ കൂടെ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലേക്ക് പ്രപഞ്ചത്തിന്റെ വലിയൊരു വിശ്വരൂപത്തിന്റെ ഒരു പടമെടുത്താൽ ആകെ കാണാൻ പോകുന്നത് കുറേ ഗോളങ്ങള്, ഒന്ന് മറ്റൊന്നിന്റെ എല്ലായിട്ട് മറ്റേത് മറ്റേതിന്റെ കൊണ്ട് അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗോളത്തിന്റെ അകത്ത് കല്ലുണ്ട്, മണ്ണുണ്ട്, കുറച്ച് ചലിക്കുന്ന മനുഷ്യനുണ്ട്, 4 കാലുള്ളിയുണ്ട്, 2 കാലുള്ളിയുണ്ട്, അല്ല ഇങ്ങനെ കുറെ എണ്ണം ഉണ്ട് എന്നല്ലാതെ അത് ഗോളത്തിന്റെ ഭാഗം തന്നെയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ എടുത്ത് നോക്കുമ്പോഴും ഗോളങ്ങളെ തന്നെ കാണാൻ പറ്റൂല. എത്ര ലോകമുണ്ട്? 14 ലോകമുണ്ട്. ഈരേട് 14 ലോകമുണ്ട്. 14 ലോകത്തിൽ എത്രയോ കോടിക്കണക്കിന് ഗോളങ്ങൾ ഒരു പ്രത്യേക ക്രമത്തിൽ അറേഞ്ച് ചെയ്തിട്ട് ആ ഗ്രഹങ്ങളുടെ ഗോളങ്ങളുടെ എല്ലാം ചുറ്റുന്നതിന്റെ ഫലമായിട്ടാണ് പ്രപഞ്ചം ചലനാത്മകമാകുന്നത്. അതിലേതോ ഒരു കോണിലുള്ള ഭൂമിയിലാണ് നമ്മളെന്ന ജീവജാലങ്ങൾ പറ്റിപ്പിടിച്ച് കിടക്കുന്നത്. ഇങ്ങനെ ഉറുമ്പ് ചുമരിലൂടെ നടക്കുന്ന മാതിരിയാണ് പ്രപഞ്ചം. എടുത്തു കഴിഞ്ഞാൽ അത്രയും ഇല്ല. നമ്മൾ അഹങ്കരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തല്ലോ ആണ്. എന്തുകൊണ്ടാണ്? നമ്മളെ കണ്ണുകൾക്ക് ഇത്രയല്ലേ കാണാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും നമ്മളെന്തോ വലുതാണ്. യഥാർത്ഥ ഒരു ചുക്കുവല്ല. ഇതാണ് സത്യം. അപ്പോൾ പ്രപഞ്ച വീക്ഷണത്തിലൂടെ ഭൂമിയെ നോക്കുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഈ പ്രപഞ്ചത്തിലുള്ള ഗ്രഹങ്ങളുടെ ചലനമാണ് ഇവിടെ എല്ലാത്തിൻ്റെയും പ്രപഞ്ചത്തിന്റെ ചലനത്തിന്റെ കാരണം. നമ്മളും പ്രപഞ്ചം കറങ്ങുന്നതിനനുസരിച്ച് നമ്മളും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഭൂമിയിൽ ജനിച്ചത് തന്നെ ആ ഗോളം, ഭൂമി എന്ന ഗോളം സൂര്യനിൽ നിന്നും ഒരു പ്രത്യേക അവസ്ഥയിൽ എത്തിയിട്ട് ഒരു പ്രത്യേക സ്പീഡിൽ കറങ്ങുന്നത് കൊണ്ടാണ്. ആ കറക്കത്തിനനുസരിച്ചാണ് നമ്മുടെ ആയുസ്സും വർദ്ധിക്കുന്നത്. നമ്മൾ 120 വർഷം വരെ ജീവിക്കാൻ, നമ്മൾ മനുഷ്യന്റെ ആയുസ് 120 ആണെങ്കിൽ ഭൂമി 120 പ്രാവശ്യം കറങ്ങുമ്പോഴാണ് മനുഷ്യന്റെ മാക്സിമം ആയുസ്. ഭൂമിയുടെ കറക്കവുമായി ബന്ധപ്പെട്ടിട്ട് മനുഷ്യന്റെ ആയുസ്സുണ്ട്. ഒരു ചെടി 3 മാസം കൊണ്ട് വലുതായി കായ്ക്കുമെങ്കിലും 3 മാസം എത്ര ഡിഗ്രി വരും? 30 × 3 90 ഡിഗ്രി. അതായത് ഭൂമി സൂര്യന് ചുറ്റുമുള്ള 360 ഡിഗ്രിയിൽ 90 ഡിഗ്രി കറങ്ങുമ്പോഴേക്ക് ആ ചെടി വലുതായിട്ട്
കായ്ച്ച് അതിന്റെ ആയുസ് തീർന്നു. 3 മാസമാണ് ഒരു ചെടിയുടെ ആയുസ്സെങ്കിൽ, 6 മാസമാണ് ഒരു ചെടിയുടെ ആയുസ്സെങ്കിൽ, ഭൂമി ഒരു 150 ഡിഗ്രി സൂര്യന് ചുറ്റും കറങ്ങുമ്പോഴാണ് അതിന്റെ ഗ്രോത്ത് സംഭവിക്കുന്നത്. അതെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇടാ പിങ്കള എന്നീ നാഡികളിലൂടെ അത് മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. അതെല്ലാം വേദം പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നീട് നമുക്ക് കാണാം എങ്ങനെ ഇടാ പിങ്കളയിലൂടെ എല്ലാം ഗ്രഹങ്ങൾ നമ്മളെ കൺട്രോൾ ചെയ്യുന്നു. ഒരു കുട്ടി 6-ാം വയസ്സിൽ ഇന്ന് ചെയ്യുന്നു പറയുമ്പോൾ 6-ാം വയസ്സിലെത്തുമ്പോഴേക്ക് 6-ാം വയസ്സ് എന്ന് പറയുമ്പോൾ സൂര്യൻ 6 പ്രാവശ്യം സൂര്യന് ചുറ്റും ഭൂമി 6 പ്രാവശ്യം ചുറ്റുമ്പോഴേക്ക് ആ ആർത്തവ ചക്രം എന്നെല്ലാം പറയുന്ന കേട്ടിട്ടില്ലേ? അല്ലൊരു ചക്രമാണ്. നമ്മൾ ഉണരുന്നത് തന്നെ സൂര്യനൊരു പ്രത്യേക സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ ഉണരും, ഒരു പ്രത്യേക സമയത്ത് വരുമ്പോൾ നമ്മൾ ഉറങ്ങും. നമ്മൾ സമയം വെച്ചിട്ടല്ല പ്രോഗ്രാം ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളും സമയം വെച്ചിട്ടാണ്. ഞാൻ 10 മണിക്ക് ഇന്നെടുത്ത് പോകും, 10 മണിക്ക് ഇന്നെടുത്ത് പോകും എന്ന് പറഞ്ഞാൽ അപ്പൊ ആ സമയത്ത് 10 മണിക്ക് സൂര്യന് ഒരു പ്രത്യേക സ്ഥലത്ത് ഭൂമി കറങ്ങിന്റെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വരുന്നുണ്ട്. 6-ാം വയസ്സിൽ സ്കൂളിൽ ചേർക്കും എന്ന് പറയുമ്പോൾ, അല്ലെ 5:30 ചേർക്കുന്നു എന്ന് പറയുമ്പോൾ ഭൂമി സൂര്യന് ചുറ്റും ഒരു പ്രത്യേക പരിധി വരെ ചുറ്റിയിട്ടുണ്ട്. സമയം എന്ന് പറയുന്നത് തന്നെ ഈ സൂര്യന്റെയും ഭൂമിയുടെയും എല്ലാ കറക്കങ്ങളും ചന്ദ്രന്റെയും എല്ലാം ഗ്രഹങ്ങളുടെയും എല്ലാം കറക്കമനുസരിച്ചാണ് നമുക്കെന്തുള്ളത്, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ടൈം ആൻഡ് സ്പേസ് എന്നെല്ലാം പിന്നെ പറഞ്ഞു ടൈം ആൻഡ് സ്പേസിലേക്കെല്ലാം പോവുക. എല്ലാം പോകുമ്പോൾ ഇതെല്ലാം ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്തുമായിട്ടാണ്? ഗ്രഹങ്ങളുമായിട്ടാണ്. ഈ ഗോളങ്ങളും ഈ പ്രപഞ്ചത്തിലുള്ള ഗോളങ്ങളും അതിലുള്ള ചെറിയ ഗോളങ്ങളെല്ലാം ഒരു പ്രത്യേക ക്രമത്തിൽ പ്രപഞ്ചം മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കറങ്ങലുകളുടെ അടിസ്ഥാനത്തിലാണ് എന്തുണ്ടാകുന്നത്? നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം ഭൂമിയിലുള്ള നമ്മുടെ മാത്രമല്ല എല്ലാത്തിൻ്റെയും പ്രവർത്തനങ്ങൾ ഒരു രീതിയിലല്ലെങ്കിൽ മറു രീതിയിൽ നമ്മുടെ എല്ലാ കർമ്മങ്ങളും സമയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. സമയം എന്നത് ഗ്രഹങ്ങളുടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. എല്ലാം പരസ്പരം ലിങ്ക്ഡാണ്. അതുകൊണ്ടാണ് മനുഷ്യന് ഓരോ ജീവികൾക്കും ഇത്ര വയസ്സ് വരെ വളർച്ച പ്രായമെല്ലാം എത്തുമ്പോൾ അതിനെല്ലാം ഒരു സമയമുണ്ട്. നമ്മളെ എല്ലാ കർമ്മങ്ങളും ടൈമില്ലാതെ നമ്മൾ ഇന്നൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു ക്ലോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഫങ്ഷൻ ചെയ്യേണ്ടെങ്കിൽ സമയം. എല്ലാം കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നവർക്ക്, TV ഉണ്ടാക്കുന്നവർക്ക് TV സ്ക്രീനിൽ പടമെല്ലാം വരുമ്പോൾ അതിലെല്ലാം ടൈം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ ടൈം എന്നെല്ലാം വരുമ്പോൾ നമ്മളെ ഗ്രഹങ്ങളുടെ ചുറ്റുമായിട്ടെല്ലാം ഇതിന് എന്തുണ്ട്, ബന്ധമുണ്ട്. ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ഇത്ര പ്രാവശ്യം എന്നെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് വേദങ്ങളിൽ വളരെ വ്യക്തമായിട്ട് വിവരിച്ചു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇടാപിങ്കള നാടുകളിലൂടെയുള്ള ഗ്രഹങ്ങളുടെ ചലനവുമായിട്ട് എങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നു, അത് നമ്മളുടെ ആക്ടിവിറ്റീസുമായിട്ട് എങ്ങനെ സിങ്ക്രണൈസ് ചെയ്തിരിക്കുന്നു, നമ്മുടെ കമ്പ്യൂട്ടറിൽ എല്ലാ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ TV പ്രോഗ്രാമിലെല്ലാം സിങ്ക്രണൈസ് ചെയ്തിട്ടുണ്ട്. സമയവുമായിട്ട് സിങ്ക്രണൈസ് ചെയ്തുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും ഫങ്ഷൻ പോകുന്നത്. അത് തെറ്റിപ്പോയാൽ പിക്ചറിൽ എല്ലാം TV കാണും ഇങ്ങനെ ഓടിക്കളിക്കുന്നതാണ്. എല്ലാം ഒന്നും മറിഞ്ഞ് പണ്ടത്തെ TV ഡിജിറ്റലാക്കിയതിന് ശേഷം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ സിങ്ക്രണൈസേഷൻ കുറച്ച് എളുപ്പമാക്കുന്നുണ്ട്. അല്ലെങ്കിൽ വല്ല നോയ്സ് കയറി വരുമ്പോൾ ഇനിയെല്ലാം അങ്ങ് താഴുമാറായിക്കളി, ടൈമിനെല്ലാം തെറ്റിച്ചു കളയും. അപ്പൊ ഇതെല്ലാം ശാസ്ത്രജ്ഞന്മാർക്ക് ഇതെല്ലാം ഭയങ്കര ടൈമുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ ടൈം എന്ന് പറയുന്നത് പ്ലാനറ്റ്സിന്റെ കറക്കമായിട്ടെല്ലാം തന്നെ ടൈം എന്നത് തുടങ്ങുന്നത് തന്നെ പ്ലാനറ്റ്സിന്റെ കറക്കമായിട്ടാണ്.
എല്ലാം അല്ലെങ്കിൽ പ്ലാനറ്റ്സ് കറങ്ങുന്നതും ടൈമിനനുസരിച്ചാണ്. തിരിച്ചും വണ്ടിക്ക് പറഞ്ഞു, പ്ലാനറ്റ്സ് കറങ്ങുന്നതും സമയത്തിനനുസരിച്ച് തന്നെയാണ് പ്ലാനറ്റ്സും കറങ്ങുന്നത്. പ്ലാനറ്റ്സ് തോന്നുന്ന പോലെ കറങ്ങു പോയിരുന്നെങ്കിൽ നമ്മളൊന്നും ഇവിടെ ഉണ്ടാവില്ല, എവിടെയെങ്കിലും എത്തിപ്പോകുമായിരുന്നു. ആ കറക്കത്തിന്റെ സ്പീഡിലെല്ലാം ചെറിയ വേരിയേഷൻ, ആ വെൽ ഡിഫൈൻഡ് ആയ സമയത്തിന് വ്യത്യസ്തമായി കുറച്ചൊന്ന് ചേഞ്ച് ചെയ്തിരുന്നുവെങ്കിൽ നമ്മളെ പൊടി പോലും ഉണ്ടാകുമായിരുന്നില്ല. ഇത്തരം പല കാര്യങ്ങളും ഗ്രഹങ്ങളുടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഗ്രഹങ്ങളുടെ ചലനം അത്ര സൂക്ഷ്മമാണ്. നമുക്കറിയാലോ, നമ്മളൊരു ഭൂമിയിൽ എന്ന ഒരു വാഹനത്തിൽ കയറി വളരെ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ബസ്സിൽ പോകുമ്പോൾ കുറച്ച് സ്പീഡിൽ ഒരു ചെറിയ ഡ്രൈവർ ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ നമ്മൾ മൂക്കും കുത്തി തലയിൽ വീഴുകയാണ്. പക്ഷെ ഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ എത്ര സുരക്ഷിത, എത്ര ഒരു ബ്രേക്കും ഭൂമി ചവിട്ടുന്നില്ല, ഒരേ സ്പീഡിൽ അങ്ങ് കറങ്ങിക്കൊണ്ടിരിക്കുക. അതായത് നമുക്ക് പ്രശ്നമില്ലാത്ത തരത്തിൽ ബാലൻസ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അതിൽ അല്പം ഒരു സമയം വെച്ചിട്ടാണ് അതിന്റെ പോക്ക്, ഒരു വെലോസിറ്റി വെച്ചിട്ടാണ്. ഒരു വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള ആ പ്രാധാന്യം വെച്ചിട്ടാണ് അതങ്ങ് പോകുന്നത്. ബാലൻസ് ചെയ്യുന്ന തരത്തിൽ ചെറിയൊരു തെറ്റ് പറ്റിപ്പോയിരുന്നുവെങ്കിൽ നമ്മളത് ഡിസൈൻ ചെയ്യുന്ന കാറിലൊരു ചെറിയ പറ്റിയ മൂക്കും കുത്തി വീഴുന്നുണ്ടല്ലോ, ബ്രേക്ക് ഔട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതുമാതിരി ഇത് പോകുന്നില്ല. ചെറിയൊരു മാറ്റം വരുത്തിപ്പോയിരുന്നെങ്കിൽ നമ്മൾ മൂക്കും കുത്തിയല്ല എവിടെ എത്തിപ്പോകുമായിരുന്നു എന്ന്. അതെല്ലാം നമ്മൾ പിന്നീട് വേദങ്ങളിലോട്ട് എന്താ സംഭവിക്കുക എന്നുള്ളതെല്ലാം വളരെ ഭംഗിയായിട്ട് വേദങ്ങളിൽ വിവരിച്ചു വന്നിട്ടുണ്ട്. നമുക്കത് പിന്നീട് കാണാം. അപ്പം ജ്യോതിഷം ആ ജ്യോതിഷത്തിലൂടെ വേണം നമ്മൾ എല്ലാം നോക്കിക്കാണാൻ. കാരണം നമ്മുടെ രോഗങ്ങളും എല്ലാം ഈ ഭൂമിയുടെ പ്രദക്ഷിണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഭൂമി സ്വയം കറങ്ങുന്നതും ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നതും സൂര്യൻ വേറെ ചുറ്റുമെല്ലാം കറങ്ങുന്നതെല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിലുള്ള വ്യക്തികളുടെ പ്രത്യേകത അനുസരിച്ച് എന്ത് പറ്റുന്നുണ്ട് മനുഷ്യരിലും. ചില സമയങ്ങളിൽ നല്ല സമയവും മോശ സമയമെല്ലാം ഉണ്ട്. അപ്പോൾ എന്ത് പറ്റും, ചില സമയത്ത് രോഗങ്ങൾ വരുന്നുണ്ട്. ഈ രോഗങ്ങൾ വരുന്നതിന് എല്ലാം എന്തുണ്ട്, കാലവുമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ എല്ലാം നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ പണ്ടത്തെ ആയുർവേദ ഡോക്ടർമാര് ഇപ്പോഴത്തെ അല്ല, അവർ ജ്യോതിഷത്തിൽ നിന്നെല്ലാം വിട്ട്. ആയുർവേദ ഡോക്ടർമാർക്ക് ഇപ്പം ജ്യോതിഷമൊന്നുമില്ല, അവർ വിശ്വസിക്കുന്ന പോലും ഉണ്ടാകും. പക്ഷെ പണ്ടുള്ള വൈദ്യന്മാര് രോഗികൾ വരുമ്പോൾ തന്നെ രോഗങ്ങളെ തിരിച്ചറിയുമായിരുന്നു. ഒരു പാമ്പ് കടിച്ചു വരികയാണെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആ വരുന്ന സമയത്ത് നോക്കിയിട്ട് ഇന്ന പാമ്പാണെന്ന് വിലയിരുത്തുക. അത് അവർ ഏതുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്, സമയവുമായിട്ടാണ് ബന്ധിപ്പിച്ചാണ് അവർ നോക്കിയിരുന്നത്. അപ്പം ജ്യോതിഷവുമായിട്ടാണ്. നമ്മൾ ജ്യോതിഷത്തിൽ നിന്ന് ഇന്നുള്ള ആയുർവേദം വിട്ടുപോയി. ഇപ്പം ജ്യോതിഷമാണ് എല്ലാ ശാസ്ത്രത്തിന്റെയും. നമ്മൾ ഒരു IC യൂണിറ്റിൽ കയറ്റിക്കഴിഞ്ഞാൽ ഡോക്ടറോട് നമ്മൾ ചോദിക്കും, ഡോക്ടറെ എങ്ങനെ രക്ഷപ്പെടും? അല്ല, ഞാൻ മരുന്ന് കൊടുത്തിട്ടുണ്ട്, ഞാനൊന്ന് നോക്കട്ടെ, മരുന്ന് പിടിക്കുന്നുണ്ടോ നോക്കട്ടെ. മരുന്ന് പിടിക്കുമോ എന്ന് നോക്കണ്ടെങ്കിൽ കാത്തിരിക്കണം, നോക്കാം, കുറച്ച് സമയം കഴിയുമ്പോൾ മരുന്ന് പിടിക്കുന്നുണ്ടോ. ഇങ്ങനെ പറയാൻ പറ്റൂല മരുന്ന് പിടിക്കുമോ പിടിക്കില്ലെന്ന്. എന്നോട് ഡോക്ടർമാർ പറഞ്ഞതാണ്. നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്, ഞാൻ മരുന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ശ്വാസം മുട്ടലുണ്ടായിട്ട് ഓക്സിജൻ കൊടുത്ത് ഒന്നും ചെയ്ത് അതിന് മരുന്ന് കൊടുത്തപ്പോഴൊന്നും നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് നോക്കട്ടെ, മരുന്ന് ശരീരം പിടിക്കോ എന്ന് നോക്കട്ടെ. അപ്പം നോക്കിയിരിക്കുകയാണ്, ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല ഇത് പിടിക്കുകയോ ഇല്ലയോ എന്നുള്ളത്. IC കയറ്റിയിട്ട് ആരോടെങ്കിലും ചോദിക്കുക, ഈ ഏത് സമയം എന്തെങ്കിലും സംഭവിക്കുക, രക്ഷപ്പെട്ടു വരുമോ അല്ലെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അതൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ നോക്കട്ടെ, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിയിട്ട് ഇടക്കിടക്ക് ബുള്ളറ്റിൽ ഇറക്കിക്കൊണ്ടിരിക്കുക. ആരെയെ നോക്കിക്കുന്നത്, കാലത്തെ തന്നെയാണ് നോക്കിയത്, സമയത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് സമയത്തെ നോക്കിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ സമയത്തിന്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞല്ലോ. കമ്പ്യൂട്ടർ ആയാലും എല്ലാത്തിലും ഒരു ക്ലോക്ക് ഉണ്ട്. അതിൻ്റെ അകത്ത് ക്ലോക്കുമായിട്ട് സിങ്ക്രണൈസ് ചെയ്തിട്ടാണ് എല്ലാ ആക്ടിവിറ്റീസും പ്ലാൻ ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ മനുഷ്യന്റെയും എല്ലാം ഈ ക്ലോക്ക് എന്ന് പറയുന്ന കുറേ സൗരയൂഥ സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ ക്ലോക്കിന്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ ചക്രങ്ങൾ ഇങ്ങനെ കറങ്ങുന്നതാണ്. ഇപ്പോഴത്തെ അല്ല, ഡിജിറ്റൽ അല്ല, മറ്റേത്. അതുപോലെ ആകാശത്തിൽ കുറേ ഗോളങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. കറങ്ങത്തിന്റെ അനുസരിച്ചാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ ആക്ടിവിറ്റീസും നടക്കുന്നത്. അതുകൊണ്ട് എന്ത് ഫീൽഡിലുള്ള ശാസ്ത്രജ്ഞാനമാണെങ്കിലും
അതെല്ലാം ജ്യോതിഷത്തിലൂടെ നോക്കിക്കാണുക. ശാസ്ത്രത്തെ നമ്മൾ കണ്ണിലൂടെ നോക്കിക്കാണ്ടി മനസ്സിലാക്കുന്നത് പോലെ പ്രപഞ്ച രഹസ്യം ജ്യോതിഷത്തിലൂടെ തന്നെ, വേദങ്ങളെ തന്നെ ജ്യോതിഷത്തിലൂടെ, പൂർണ്ണജ്ഞാനം ജ്യോതിഷത്തിലൂടെ തന്നെ നോക്കി മനസ്സിലാക്കണം. അതെങ്ങനെയാണെന്നെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട്